ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ തായ്ലൻഡിലോട്ടൊരു ട്രിപ്പ് പോവുകയാണേ. നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി വരുവാണ്. അപ്പം അത് പ്രമാണിച്ചാണ് നമ്മൾ തായ്ലൻഡിലോട്ട് പോകാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിലും എല്ലാ മലയാളികളും ആദ്യമായിട്ട് പോകുന്ന ഇന്റർനാഷണൽ ട്രിപ്പ് തായ്ലൻഡിലോട്ടൊക്കെ ആയിരിക്കും. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ട് പ്ലാൻ ചെയ്തത്. പാക്കേജ് എടുത്തിട്ടൊന്നുമല്ല പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ പോയത്, നമുക്ക് എത്ര കോസ്റ്റായി എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ ഓരോന്നായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ഓരോന്ന് കേട്ട് നോക്കും. ഒറ്റയ്ക്ക് തായ്ലൻഡിൽ പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. തായ്ലൻഡിൽ നമ്മൾ പോകുന്നത് പട്ടായയും ബാങ്കോക്കും ആണ്. അപ്പോൾ ഫസ്റ്റ് ബാങ്കോക്കാണ് നമ്മൾ ചെന്നിറങ്ങുന്നത്. നമുക്ക് ട്രിവാൻഡ്രം ടു ബാങ്കോക്കാണ് ഫ്ലൈറ്റ്. ബട്ട് നമ്മൾ ആദ്യം പോകുന്നത് പട്ടായയാണ്. നമുക്ക് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അവിടെ നിന്ന് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സിമ്മ് നമുക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് പറ്റും. ഈ ഒരു ട്രൂ 5G എന്ന് പറയുന്ന ഒരു സിമ്മാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. ഇത് കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാണ്. 360 തായ്ബാട്ടാണ് നമുക്കായത്. ബസ് ടിക്കറ്റ് വരുന്നത് നമുക്ക് നോർത്ത് പട്ടായയിലാണ് നമുക്ക് ഇറങ്ങാനുള്ളത്. ലാസ്റ്റ് ബസ് സ്റ്റോപ്പ് നോർത്ത് പട്ടായയാണ്. സൗത്ത് പട്ടായ, സെൻട്രൽ പട്ടായ ഇവിടെയൊക്കെയാണ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പം നമ്മൾ സ്റ്റേ എടുക്കുന്നത് അനുസരിച്ചിരിക്കും നമ്മൾ എവിടെ ഇറങ്ങണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പം 160 ബാട്ടാണ് ഒരാൾക്ക് ബസ് ടിക്കറ്റ് ആവുന്നത്. നമ്മൾ ഈ ഒരു ട്രിപ്പ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഏറ്റവും റേറ്റ് കുറച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അപ്പം നിങ്ങളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ട്രിപ്പാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാവും. ബാങ്കോക്കിൽ 2 എയർപോർട്ടാണ് വരുന്നത്. ഒന്ന് DMKയും ഒന്ന് സുവർണഭൂമിയും. അപ്പോൾ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. റേറ്റ് നോക്കിയിട്ട് ഏതാണോ ബെറ്റർ അത് നോക്കി എടുത്താൽ മതി. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 3 മാസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം. എന്നാലേ റേറ്റ് കുറഞ്ഞിരിക്കുമോ. നമുക്ക് 2 പേർക്കും കൂടി 55,000 രൂപയാണ് ഫ്ലൈറ്റ് ടിക്കറ്റിനായത്. 2 സൈഡ്. നമ്മൾ സ്റ്റേ എടുത്തിട്ടുള്ളത് ഗ്രാസ് സർവീസ് യൂട്ടിലാണ്. ഇത് നോർത്ത് പട്ടായയിലാണുള്ളത്. നമുക്ക് പട്ടായ ബീച്ചിലും വാക്കിംഗ് സ്ട്രീറ്റിലും അതേപോലെ തന്നെ മെയിൻ അട്രാക്ഷൻസിലൊക്കെ പോകാനായിട്ട് ഈ ഒരു സ്ഥലത്ത് നിന്നാണ് എളുപ്പം. നിങ്ങൾ പട്ടായ വരുവാണെങ്കിൽ ഈ ഒരു സ്റ്റേ നിങ്ങൾക്ക് കണ്ണ് പൂട്ടിയെടുക്കാം. കാരണം ഇവിടുത്തെ സർവീസ് അടിപൊളിയാണ്. അതും റൂംസ് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെ നമുക്ക് എക്സ്ട്രാ ഡെപ്പോസിറ്റ് ഒന്നും കൊടുക്കണ്ട. പക്ഷെ വേറെ സ്റ്റേയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ്സ് ഒക്കെ ഭയങ്കര കൈൻഡ് ആൻഡ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമുക്ക് ഈ ഒരു സ്റ്റേയിൽ ബ്രേക്ക്ഫാസ്റ്റും കൂടി ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് സ്റ്റേ ഒക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ഇങ്ങോട്ട് വരാനായിട്ട്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ സാങ്ച്വറി ഓഫ് ട്രൂത്ത് ആണ്. അപ്പൊ അവിടെ പോകുന്നതിന് മുന്നേ കുറച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാന്ന് കരുതി അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചതാണ് ഗൈസ്. പക്ഷെ ഇത് ഭാഗ്യಕ್ಕೆ കൊള്ളത്തില്ല. ഒട്ടും എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല. അത്രയ്ക്ക് വേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഇവിടുന്ന് ക്യാബ് വിളിച്ചിട്ടാണ് സാങ്ച്വറി ഓഫ് ട്രൂത്തിലോട്ട് പോകുന്നത്. നമുക്ക് ഗ്രാബോ ബോൾട്ടോ വഴി ഇവിടുന്ന് ക്യാബ് വിളിക്കാൻ പറ്റും. റേറ്റ് കമ്പയർ ചെയ്തിട്ട് ഏറ്റവും കുറവ് ഏതാണെന്ന് വെച്ചാൽ അത് വിളിച്ചാൽ മതി. അപ്പം നമ്മൾ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയി പോയി കേട്ടോ. 7 മണിയായി നമ്മൾ എത്തിയപ്പോഴത്തേക്കും 6 മണിക്ക് നൈറ്റ് ട്രിപ്പ് തുടങ്ങും. ഡേ ടൂറിനേക്കാളും നൈറ്റ് ടൂറിനാണ് റേറ്റ് കൂടുതൽ. നമുക്ക് 700 ബാട്ടാണ് ഒരാൾക്കായത്. വന്ന സമയത്ത് തന്നെ അവിടെ എന്തോ അവരുടേതായിട്ടുള്ള ഒരു ഡാൻസ് പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ടായിരുന്നേ. ഞാൻ പാക്കേജ് എടുക്കാത്തതിന്റെ മെയിൻ റീസൺ ഞാൻ ഒരുപാട് പാക്കേജുകളോട് തിരക്കിയായിരുന്നു. അപ്പോൾ അതിനകത്തൊന്നും മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല. അതായത് നമ്മൾ എൻട്രി ടിക്കറ്റ് കൊടുത്ത് കയറേണ്ട ഒരു സ്ഥലങ്ങൾ പോലും ഇല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി ടിക്കറ്റിനാണ്. ഇവിടെ എല്ലായിടത്തും കയറുന്നതിന് നല്ല എൻട്രി ടിക്കറ്റ് ആവും. അപ്പം മെയിൻ സ്ഥലങ്ങളൊന്നും ഇല്ല. നമ്മൾ എന്തിനാണ് ഈ പാക്കേജർക്ക് 1,50,000 ഒക്കെ വെറുതെ ഇങ്ങനെ കൊടുക്കുന്നത്? നമുക്ക് തന്നെ അങ്ങ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയാൽ പോരെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ പാക്കേജേ വേണ്ടെന്ന് തീരുമാനിച്ചത്. നമ്മൾ ഈ ഈവനിങ് ട്രിപ്പ് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയമില്ലായിരുന്നു. നമ്മൾ 10:30 ബാങ്കോക്ക് എത്തിയെങ്കിലും അവിടെ നിന്ന് ഏകദേശം 1-2 മണിക്കൂർ ഉണ്ടായിരുന്നു പട്ടായയിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ക്യാബ് ഒന്നും വിളിക്കാൻ നിൽക്കേണ്ട, ബസ് വിളിക്കുന്നത് തന്നെയാണ് ലാഭം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിലും കാശുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാബ് വിളിച്ചോളൂ. അതായിരിക്കും സമയം കുറവായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡ് ഉണ്ടാവും. അവരാണ് നമ്മളെ അവിടെ ഫുള്ള് കൊണ്ടുവന്ന് കാണിക്കുന്നത്. ഗൈസ്, പട്ടായയിൽ വന്ന ഈ ഒരു സ്ഥലം മസ്റ്റ് വിസിറ്റ് ആണ്. ഇത് നിങ്ങൾ കാണാതെ പോവുകയേ ചെയ്യരുത്. ഇത് ഫുള്ള് തടി കൊണ്ടുണ്ടാക്കിയതാണ്. ആണി കൊണ്ടോ ഒന്നും ഒരു ഉറപ്പും ചെയ്യാതെ ലോക്കിംഗ് മെത്തേഡ് കൊണ്ട് എന്തോന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നതെന്നാണ്. പക്ഷെ ഇത് കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഗൈസ്. ഇതൊരു വെർത്ത് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക്. ഇതിനകത്ത് പോകണമെങ്കിൽ ഇവരൊരു തൊപ്പി തരും. അതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. ഇനിയും ഫ്യൂച്ചറിൽ ഒരുപാട് പണികൾ ഇവിടെ വരാനുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മുടെ ഹിന്ദു പുരാണത്തിലെ ഒരുപാട് ദൈവങ്ങളെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. ഡേ ടൂറിനും നൈറ്റ് ടൂറിനും 2 ആംബിയൻസ് ആയിരിക്കും. നൈറ്റ് ആകുമ്പോഴത്തേക്കും ഇത് കാണാനും ഒക്കെ നല്ലതായിരിക്കും. വൈകുന്നേരം സമയത്താണെങ്കിൽ സൺസെറ്റ് ഒക്കെ കാണാനും അടിപൊളിയായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു മാസ് വിസിറ്റ് ആണ്. ഇത് ഞങ്ങൾ അവോയ്ഡ് ചെയ്യരുത്.
നല്ലൊരു വേർത്ത് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. പിന്നെ സമയമെല്ലാം നമ്മൾ കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് പോകണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 8:30 മണി വരെയാണുള്ളത്. ഇവർ കറക്റ്റ് 8:30 മണിയാകുമ്പോഴത്തേക്ക് ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ട് പോകും. അപ്പം നമ്മൾ സമയം അഡ്ജസ്റ്റ് ചെയ്ത് വേണം എല്ലാം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞ് 8:30 ആകുമ്പോഴത്തേക്ക് അവിടുന്ന് ക്യാബ് വിളിച്ച് നേരെ നമ്മൾ സ്റ്റേയിലോട്ട് പോകും. നിങ്ങൾ ഓൺലൈൻ ടാക്സി വിളിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളല്ലാതെ ടാക്സി വിളിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്ന റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ബാർഗെയിൻ ചെയ്ത് അങ്ങേയറ്റം കുറയ്ക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ഓൺലൈൻ അല്ലാതെ ടാക്സി വിളിക്കാൻ നിൽക്കാവൂ. രാവിലെ തന്നെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ പോകാൻ പോകുന്നത് കോറൽ ഐലൻഡിലോട്ടാണ്. പട്ടായയിലെ അടുത്ത മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കോറൽ ഐലൻഡ്. കോറൽ ഐലൻഡിൽ നമുക്ക് 2 രീതിയിൽ പോകാൻ പറ്റും. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആ 2 രീതി ഞാൻ പറഞ്ഞുതരാം. ഇത് രണ്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. നോർത്ത് പട്ടായയിൽ തന്നെയാണ് കേട്ടോ കോറൽ ഐലൻഡിലോട്ട് പോകുന്നത്. നോർത്ത് പട്ടായയിൽ തന്നെ പബ്ലിക് ഫെറി ഉണ്ടായിരിക്കും കോറൽ ഐലൻഡിൽ പോകാൻ വേണ്ടിയിട്ട്. 30 തായ്പാട്ടാണ് ഒരാൾക്ക് 1 സൈഡ് ആവുന്നത്. 6 മണി വരെയാണ് ഫെറി ലാസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കുറേ നേരം അവിടെ എക്സ്പ്ലോർ ചെയ്യാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് കോറൽ ചെന്നിട്ട് ബാർഗെയിൻ ചെയ്ത് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. ഇനി സെക്കൻഡ് ഓപ്ഷൻ. ഈ ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്തത്. നമുക്ക് അഗോഡയിൽ നിന്ന് വെറും 300 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ കോറൽ ഐലൻഡിലോട്ട് പോകുന്ന പാക്കേജ് എടുക്കാനായിട്ട് പറ്റും. അതല്ല, ആക്ടിവിറ്റീസും കൂടിയുള്ള പാക്കേജസും കോറൽ ഐലൻഡിലുണ്ട്. പക്ഷേ ഈ ഒരു 300ന്റെ പാക്കേജ് വെർത്താണ്. കാരണം ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആവുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ രാവിലെ 9 മണിയാകുമ്പോഴത്തേക്കും കറക്റ്റ് 9 മണിയായപ്പോഴത്തേക്കും അവർ വന്ന് പിക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അവർ തന്നെ അവരുടെ സ്പീഡ് ബോട്ടിൽ നമ്മളെ കോറൽ ഐലൻഡിൽ കൊണ്ടെത്തിക്കും. അതിന് മുന്നേ ആയിട്ട് എന്തെങ്കിലും വാട്ടർ ആക്ടിവിറ്റീസ് എടുക്കണമെന്നാണെങ്കിൽ നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസ് എടുക്കാം. നമ്മൾ സീ വാക്കാണ് എടുത്തത്. എനിക്ക് വേറെ എടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ സീ വാക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ സീ വാക്കായിട്ട് മാത്രം എടുക്കാം. നമുക്ക് വേണ്ടുന്നത് സിംഗിൾ ആക്ടിവിറ്റി ആയിട്ട് എടുക്കാം. അല്ലാതെ നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ട് ചെയ്തിട്ടായിരിക്കും അവർ നമുക്ക് തരുന്നത്. സീ വാക്കിന് നമുക്കായത് 1500 തായ്പാട്ടാണ് കേട്ടോ. പക്ഷേ ഇവരുടെ ആ ഒരു സീ വാക്ക് അത്ര വെർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇനി എല്ലാവരുടേതും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവരുടെ സീ വാക്ക് അത്ര വെർത്തൊന്നും അല്ലായിരുന്നു. ഈ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കോറൽ ഐലൻഡിൽ കൊണ്ടാക്കും. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് കറക്റ്റ് 1 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ച് സ്പീഡ് ബോട്ടിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കൊണ്ടുപോകും. ഇന്ത്യൻ ലഞ്ചാണ്. ഇന്ത്യൻ ലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവർക്ക് മെയിനായിട്ട് ഈ നോർത്ത് ഇന്ത്യൻസിന്റെ ലഞ്ചാണ് കേട്ടോ. നമുക്ക് കേരളത്തിലുള്ളവർക്ക് അത്ര ഇഷ്ടപ്പെടുത്തൊന്നുമില്ല. അപ്പം അത് കഴിഞ്ഞ് തിരിച്ചവർ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചവർ നമ്മളെ ഹോട്ടലിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും. ഇത്രയുമാണ് ഈ 300 റുപ്പീസിന് വരുന്നത്. ഇതെനിക്ക് വെർത്തായിട്ട് കുറച്ചും കൂടെ തോന്നി. കാരണം ഫുഡും കൂടി വരുന്നത് കൊണ്ട് ഇതൊരു ലാഭമായിട്ടാണ് തോന്നിയത്. അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല ക്യാഷ് ഇറങ്ങും. ഇതാകുമ്പോഴത്തേക്ക് 300 റുപ്പീസേ ആയുള്ളൂ ഒരാൾക്ക്. 2 പേർക്കും കൂടെ 600 ആയുള്ളൂ. ഈ ഒരു പാക്കേജ് നമ്മൾ പോകുന്നതിന് തലേ ദിവസം നമ്മൾ ബുക്ക് ചെയ്യണം. സീ വാക്കൊക്കെ കഴിഞ്ഞ് 12 മണിയായപ്പോൾ നമ്മൾ കോറൽ ഐലൻഡ് എത്തി. 1 മണിയായപ്പോൾ കറക്റ്റ് അവിടെ നിന്ന് തിരിച്ചു വരികയും ചെയ്തു. നിങ്ങൾക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക് ഫെറി വിളിച്ച് പോവുകയോ അല്ലെങ്കിൽ തന്നെ അഗോഡയിൽ ഫുൾ പാക്കേജ് ആയിട്ട് എടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ടാവും. അതെടുത്താലും മതിയാവും. ബട്ട് അതൊരു 5000 എബോ ഒക്കെ വരും. 5000 6000 ഒക്കെ വരും എമൗണ്ട്. ബാക്കിയുള്ള ആക്ടിവിറ്റീസ് വേണമെങ്കിൽ നമുക്ക് നാട്ടിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സീ വാക്കിങ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് കരുതിയാണ് ഞാനത് എടുത്തത്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് അങ്ങനെ നമ്മളിതാ കോറൽ ഐലൻഡിലെത്തി. ഈ കോറൽ ഐലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് സ്കൂട്ടി റെന്റ് എടുത്ത് ഈ ദ്വീപ് മൊത്തം കറങ്ങി കാണാനായിട്ട് പറ്റും കേട്ടോ. നമ്മളതിലൊന്നല്ല, നമ്മൾ ജസ്റ്റ് ആ ബീച്ച് കാണാനാണ് വന്നത്. ഗൈസ്, ആ നീല വെള്ളം നല്ല ക്രൗഡാണെങ്കിലും ഇവരത് നല്ല ക്ലീൻ ആയിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത്. പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് ഈ ഒരു തൊപ്പി 150 കൊടുത്ത് ബീച്ച് സൈഡിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും നാട്ടിലെ 3 ഇരട്ടി റേറ്റാണ് ഈ ഒരു തൊപ്പിക്ക്. തായ്ലാൻഡിലോട്ട് വരാൻ ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് പറയാം. ഇന്ത്യൻസിന് വിസ ഫ്രീ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് തായ്ലാൻഡ്. അതുകൊണ്ട് നമുക്ക് വിസയ്ക്ക് പ്രത്യേകിച്ച് എക്സ്പെൻസോ പ്രൊസീജിയേഴ്സോ അധികം കാര്യങ്ങളൊന്നുമില്ല. ബട്ട് നമ്മൾ തായ്ലാൻഡിലോട്ട് വരുന്നതിന് 3 ദിവസം മുന്നേ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ഡിജിറ്റൽ അറൈവൽ കാർഡ് എടുത്തിരിക്കണം. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതിന് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നമ്മൾ ഫോം ഫിൽ ചെയ്യണം. അവർ കുറേ ഡീറ്റെയിൽസ് ചോദിക്കും. അത് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. പിന്നെ ആ ഒരു കാർഡ് നമുക്ക് അവർ ഇമെയിലായിട്ട് അയക്കും. അല്ലെങ്കിൽ സ്പോട്ടിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ എവിടെയാണ് സ്റ്റേ എടുത്തിരിക്കുന്നത്, എത്ര ദിവസമാണ്, നമ്മുടെ ടൂറിന്റെ പർപ്പസ് എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഡിജിറ്റൽ അറൈവൽ കാർഡ് നമ്മൾ പ്രിന്റ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ എവിടെയാണ് സ്റ്റേ എടുക്കുന്നത് എന്നുള്ളതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കണം. കോറൽ ഐലൻഡിൽ നിന്ന് വന്ന് ഒട്ടനെ റെഡി ആയിട്ട് അടുത്ത
അടുത്ത സ്പോട്ടിലോട്ട് വന്നു, നമ്മുടെ ടൈഗർ പാർക്കിലോട്ട്. ഇവിടെ 6 മണി വരെയാണ് ഓപ്പൺ ഉള്ളത്. അതിന് മുന്നേ വന്നില്ലെങ്കിൽ നമുക്കിതിന് പറ്റത്തില്ല. നമ്മളെ വന്നപ്പോൾ ഏകദേശം 5 മണിയായി. ടൈഗറിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത്. ഞങ്ങൾ ഇവിടെ മീഡിയം ടൈഗറിനെയാണ് കേട്ടോ ചൂസ് ചെയ്തേക്കുന്നത്. ഇത് വലിയ മസ്റ്റ് വർത്ത് എക്സ്പീരിയൻസ് ഒന്നുമില്ല. 10 മിനിറ്റാണ് ടൈഗറിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറയുന്നതെങ്കിലും 5 മിനിറ്റ് പോലും കിട്ടത്തില്ല. പിന്നെ എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണമല്ലോ. അപ്പൊ ഒരാൾക്ക് 710 തായ്ബാട്ടാണ് കേട്ടോ ആവുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ടൈഗറിനെ വാലി പിടിക്കേണ്ട ജസ്റ്റ് കണ്ടാൽ മതിയെങ്കിൽ അതിനുള്ള ടിക്കറ്റ് ഇവിടെ ഉണ്ട്. ഗൈസ്, തായ്ലൻഡ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് നമ്മൾ ക്യാഷ് എത്ര കയ്യിൽ വെച്ചിരിക്കുന്നു എന്നുള്ളത്. ഇവിടെ മുമ്പത്തെ റൂൾ അനുസരിച്ചിട്ടായിരുന്നെന്നുണ്ടെങ്കിൽ 10,000 തായ്ബാട്ടാണ് ഒരാൾ കയ്യിൽ വെക്കേണ്ടത്. അതായത് 2 കപ്പിൾസ് ആയിട്ട് പോകുമ്പോഴത്തേക്കും 20,000 തായ്ബാട്ട്. പക്ഷേ ഇന്ത്യൻസിന് വിസ ഫ്രീ ആയതുകൊണ്ട് ഇപ്പോൾ ഒരാള് 20,000 തായ്ബാട്ട് കയ്യിൽ വെച്ചിരിക്കണം. അല്ലെങ്കിൽ 2 പേർക്ക് 40,000 തായ്ബാട്ട്. ഇതിന്റെ ഡോക്യുമെന്റ്സും നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരിക്കണം. ഇത് ചിലപ്പോൾ ഒരു റാൻഡം ആയിട്ട് ചോദിക്കുള്ളൂ, നമ്മളോട് ചോദിച്ചില്ല. പക്ഷെ ഇതും ഒരു റൂളാണ്, നമ്മളിത് കരുതിയിട്ടുണ്ടായിരിക്കണം. അത് ഫുൾ എമൗണ്ട് നമ്മൾ തായ്ബാട്ടായിട്ട് തന്നെ വെക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇത്രയും പൈസ നമ്മൾ കയ്യിലുണ്ടായിരിക്കണം. വൈറ്റ് ടൈഗറിനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇവൻ കുളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ കുളിസിയും കണ്ടത് പുള്ളിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ചാടിക്കടിച്ചിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. നല്ല ദേഷ്യമുള്ള ആളാണെന്നാണ് തോന്നുന്നത്. അതേപോലെ തന്നെ ഇവരുടെ ടൂറിസ്റ്റ് പ്ലേസിൻ്റെയൊക്കെ ഡീറ്റെയിൽസും എൻട്രി ടിക്കറ്റ്, ഓപ്പണിംഗ് ടൈം, ക്ലോസിംഗ് ടൈം ഇതെല്ലാം ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിലുണ്ടാവും. ഇതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പം നമുക്ക് ടൈം അധികം കൺഫ്യൂസിങ് ആയിട്ട് വരില്ല. ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കടുവയെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഞാൻ വാല് പിടിക്കാൻ നോക്കിയെങ്കിലും അത് വാലിട്ട് അടിച്ചോണ്ടിരുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വാലി പിടിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇവൻ ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു കടുവയില്ലായിരുന്നു. ഇത് ഭയങ്കര, എനിക്ക് തോന്നുന്നത് ഒരു ടെററാണെന്ന് തോന്നുന്നു. ഇതിനെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കണ്ണതല്ല, ഇപ്പൊ ഇതാണോ മീഡിയം ടൈഗർ? അപ്പൊ ബിഗ് ടൈഗർ എത്ര ഉണ്ടായിരിക്കും എൻ്റെ ഒരു സൈസ്? ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഒരു ടൈഗറിനെ പിടിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പട്ടായ ബീച്ചിലോട്ട് പോയി. ടൈഗർ പാർക്കിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ്. ടൈഗർ പാർക്കിൻ്റെ പരിപാടികളെല്ലാം 6 മണിയാകുമ്പോഴത്തേക്ക് കഴിയും. പിന്നെ വേറെ നമുക്ക് പരിപാടിയൊന്നുമില്ല. പിന്നെ കുറച്ച് നേരം നമുക്ക് ബീച്ചിൽ വന്ന് ഇങ്ങനെ ശാന്തമായ കാറ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കും. കാറ്റെന്ന് ശാന്തമായ കടലൊക്കെ കണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലത്തെ പോലെ ബീച്ചല്ല ഇവിടെ. അധികം തിരമാലയൊന്നുമില്ല, ഭയങ്കര സൈലൻ്റ് ആണ് കടൽ. ബീച്ചിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് നമ്മുടെ കുപ്രസിദ്ധമായ വാക്കിംഗ് സ്ട്രീറ്റ് ഉള്ളത്. ഈ ബീച്ചിൽ നിന്ന് നമുക്ക് നടന്നു പോയാൽ മതി വാക്കിംഗ് സ്ട്രീറ്റിലോട്ട്. നമുക്ക് അധികം ഈ പറയണ ഹൈപ്പൊന്നും അത്രയ്ക്കൊന്നും ഇവിടെ ഇല്ല. പിന്നെ നല്ല നൈറ്റ് ആകുമ്പോഴത്തേക്കാണ് ഇവിടെ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതലും പബ്ബും വെള്ളമടി ഇതൊക്കെ തന്നെയാണ് പരിപാടി. നമ്മളെ 2 പേർക്കും ആ ഒരു പരിപാടി വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വെള്ളമടി പരിപാടിക്കോ പബ്ബിനോ പാർട്ടിക്കോ ഒന്നിനും പോയില്ല. ഇവിടെ അധികം അങ്ങോട്ട് സ്ട്രീറ്റ് ഫുഡുകളൊന്നുമില്ല. ഏറ്റവും കൂടുതൽ പബ്ബാണ് കേട്ടോ ഇതിനകത്ത്. പിന്നെ ഏറ്റവും കൂടുതൽ മസാജ് സെന്റർ, ചേച്ചിമാരൊക്കെ നിന്ന് വിളിക്കും മസാജ് ചെയ്യാനായിട്ട്. പക്ഷെ നമ്മൾ പോയില്ല. കുറച്ചു നേരം നമുക്ക് നടന്നങ്ങനെ കാണാനുള്ള പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട്. കണ്ടിട്ടില്ലാത്ത കുറെ കാര്യങ്ങൾ കാണാം. പലതും കണ്ടില്ലാന്നങ്ങ് നടിക്കുകയും വേണം.
നടന്ന് കാല് കഴിഞ്ഞപ്പോൾ വിശപ്പടിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കയറി വല്ല മുളുങ്ങാന്ന്. പിന്നെ ഇതേപോലത്തെ നൂഡിൽസും അതേപോലത്തെ സാധനങ്ങളൊക്കെ തിന്നാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വന്നത്, ഇല്ലെങ്കിൽ എൻ്റെ ചേട്ടനെ പോലെ വെറുതെ പട്ടിണിയായി പോകും. ഞാൻ ഈ പാട്ടായി എന്ന് പറഞ്ഞൊരു ഐറ്റമാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ വരുന്നതിന് മുന്നേ ഈ സാധനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് കപ്പലണ്ടിയൊക്കെ പൊടിച്ചിട്ടിട്ട് എന്തോ ഒരു സാധനം, പുളിവെള്ളത്തിൻ്റെ ഒരുമാതിരത്തെ ഒരു സോസാണ് ഇതിൻ്റെ ടേസ്റ്റ്. വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ 100 തായ്പാട്ടാണ് കേട്ടോ ഈ ഒരു ഐറ്റത്തിനായത്. ഇവിടെ സ്ട്രീറ്റ് ഫുഡിന് പൊതുവേ റേറ്റ് കുറവാണ്. ഫുഡ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നതായിരിക്കും ബെറ്റർ. ഹോട്ടലിലൊക്കെ പോയി കഴിച്ചു കഴിഞ്ഞാൽ കാശ് പോണ വഴി അറിയത്തില്ല. പിന്നെ നമ്മൾ ക്യാബ് റേറ്റ് ലാഭിക്കാൻ വേണ്ടിയിട്ട് പട്ടായ എന്ന സ്റ്റേയിലോട്ട് വച്ചങ്ങ് നടന്നു. ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ആ 2 കിലോമീറ്റർ നമ്മൾ നടന്നു. ഇന്ന് നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ബാങ്കോക്കിലോട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ രാവിലെ ചെറുതായിട്ടൊരു മഴ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്തോ ട്രിപ്പ് കുളമായോ എന്തോന്ന് വിചാരിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മഴ അങ്ങ് നിന്നു. സാധനങ്ങളൊക്കെ വാരിക്കെട്ടി ഇനി നമ്മൾ ബാങ്കോക്കിലോട്ട് ബസ്സിനാണ് കേട്ടോ പോകുന്നത്. ക്യാബ് വിളിച്ച് നേരെ ബസ് സ്റ്റോപ്പിലോട്ട് വന്ന് നമ്മൾ ഗൂഗിൾ അമ്മച്ചിരുത്ത് എന്ത് ചോദിച്ചാലും കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരും കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ പോവാം, എങ്ങോട്ടാണ് പോകേണ്ടതുള്ളത് എന്നൊക്കെ. നമുക്ക് 12 മണിക്കായിരുന്നു ബസ്. മോച്ചത്താണ് നമ്മൾ പോകേണ്ട ഡെസ്റ്റിനേഷൻ. 150 തായ്പാട്ടാണ് നമുക്ക് ബസ് ടിക്കറ്റ് ആയത്. ഇവിടുത്തെ ബസ് സർവീസുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്. പക്ഷേ ഈ ബസ്സിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിരുന്ന് സംസാരിക്കാൻ പാടില്ല. നമ്മൾ ബസ്സിൽ കയറി അപ്പം കിടന്ന് ഉറങ്ങിക്കോളാം, ഇല്ലെങ്കിൽ മിണ്ടാതെ വായും കൂട്ടിയിരിക്കണം. കാരണം നമ്മൾ കയറിയപ്പോഴത്തേക്ക് 2 ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നു. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പം ഓടിക്കൊണ്ടിരുന്ന ബസ് ഡ്രൈവർ ഒരു ഹൈവേയിൽ വെച്ചിട്ട് തന്നെ സൈഡാക്കിയിട്ട് കയറി വന്നിട്ട് നോ സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ദേഷിച്ചിട്ട് ഇറങ്ങിയാണ് പോയത്. അപ്പം ഇതിനകത്ത് കയറി കഴിഞ്ഞ് മിണ്ടാതെ അനങ്ങാതെ ഇരുന്നോളണം. പിന്നെ ഇവിടുത്തെ ആൾക്കാർക്കൊന്നും ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് മനസ്സിലാവും എന്നുള്ളതല്ലാതെ ഇവർക്ക് ഒന്നും ഇംഗ്ലീഷ് അറിയത്തില്ല. നമുക്കാണെങ്കിൽ അവർ പറയുന്ന ഭാഷ മനസ്സിലാകത്തുമില്ല. അതുകൊണ്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എപ്പോഴും കൈ കരുതിക്കൊള്ളണം. നമ്മുടെ അടുത്ത ബാങ്കോക്കിൽ നമ്മുടെ സ്റ്റേയിലെത്തി. D&D ആണ്. ഇതൊരു യൂട്യൂബറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ എടുത്തത്. നമ്മുടെ ഗ്രാസ് സർവീസ് യൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഗൈസ്. കാരണം ഇതൊരു ഇടുങ്ങിയ റൂം, അതേപോലെ തന്നെ ഷീറ്റിൽ എന്തൊക്കെയോ കറയുണ്ടായിരുന്നു, ഒട്ടും ക്ലീൻ അല്ലായിരുന്നു. അതേപോലെ തന്നെ 500 തായ്പാട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുത്തു. നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അത് തിരിച്ച് സ്റ്റേ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഗൂഗിൾ റിവ്യൂസ് നല്ലോണം നോക്കിയിട്ട് വേണം എടുക്കാൻ. കാരണം ഇവിടെ ഒരുപാട് മലയാളീസൊക്കെ വന്ന് പെട്ട് പോണ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ഗൂഗിൾ റിവ്യൂസ് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഏത് സ്റ്റേ എടുത്താലും മസ്റ്റായിട്ട് ഗൂഗിൾ റിവ്യൂസ് നോക്കണം. ഇപ്പം നമ്മൾ ഈവനിങ് പോകുന്ന ഒരു ടൈം നിങ്ങളിത് നോക്കി വെച്ചോ. കാരണം ഇതൊരു പാർട്ടി ഹബിലാണ് ഈ ഒരു പ്ലേസ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് റൂമും ക്ലീനും ഒന്നും വലിയ പ്രശ്നമില്ല. പാർട്ടി ഒരു ഇതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേ ഓക്കെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതെടുക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇന്നത്തെ ഈവനിങ് നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് നേരെ ക്യാബും വിളിച്ചിട്ട് നമ്മൾ വന്നത് MBK സെൻറ്ററിലോട്ടാണ്. ഇവിടെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മളത് ബാർഗെയിൻ ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. മാളിനകത്ത് നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒറ്റൊരു സ്ഥലമാണത് MBK സെൻറ്റർ. നൈറ്റ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ ടാക്സിക്കും ക്യാബിനും ഒക്കെ ഭയങ്കര റേറ്റാണ്. നമ്മൾ അല്ലാതെ ടാക്സി വിളിക്കാൻ നിൽക്കുകയും ചെയ്യരുത്, ക്യാബ് തന്നെ വിളിക്കണം. അത് റേറ്റ് നോക്കിയിട്ടും ഇവിടെ നിന്ന് നമ്മളൊന്നും വാങ്ങിച്ചില്ല. കാരണം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ പട്ടൂണ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. അവിടെ നമുക്ക് കുറച്ചും കൂടി ചീപ്പായിട്ട് ബാർഗെയിൻ ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ക്യാബിൻ്റെ റേറ്റ് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര കൂടുതൽ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് എന്നാൽ പിന്നെ കാൽനട തന്നെ ആവാന്ന്. ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളങ്ങ് വെട്ട് നടന്നു. അധികം ദൂരമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1-2 കിലോമീറ്റർ വരും കേട്ടോ. പക്ഷെ കാല് തേഞ്ഞ് ഗൈസ്. അവിടെ പോയതിന് ശേഷം എൻ്റെ കാലുണ്ടല്ലോ തേഞ്ഞ് ഒരു പരിവുമായി. പിന്നെ നട്ട് നടന്ന് ഞങ്ങളങ്ങനെ പട്ടൂണ മാർക്കറ്റിലെത്തി. ഇനി ഇവിടെ നിന്ന് ബാർഗെയിൻ ചെയ്തിട്ട് വേണം വീട്ടിലത്തേക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ. പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു ഇന്ത്യൻസിനെ കാണുമ്പോഴത്തേക്കും അത്ര ഫ്രണ്ട്ലി അല്ല ഇവർ. പക്ഷേ പട്ടായയിലെ ആൾക്കാർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ബാങ്കോക്കിൽ ഒരു മാതിരത്തെ സ്വഭാവമുള്ള ആൾക്കാർ. നടന്ന് കാല് കഴിഞ്ഞപ്പം വീണ്ടും ഇനി വിശന്നു. അതുകൊണ്ട് ഞാൻ അവിടെ കയറി ഒരു സ്ട്രീറ്റ് ഫുഡിൽ കയറി ഫുഡ് കഴിച്ച്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഒരു ബാഗും ചെരുപ്പ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ആദ്യം ഇവർ നമ്മൾ പറയുന്ന പൈസയ്ക്ക് തരത്തില്ല. ഈ ഫസ്റ്റ് ഇരിക്കുന്ന കടകൾ മെയിനായിട്ടും അവർക്ക് ഭയങ്കര അഹങ്കാരമാണ് മുഖത്ത്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് അവർ ചോദിക്കാൻ നിൽക്കില്ല, അടുത്ത് വാങ്ങിക്കാൻ നിൽക്കില്ല. അവർ ആ പ്രൈസിന് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ വേണ്ട പറഞ്ഞിട്ട് അപ്പം തന്നെ നമ്മൾ വേറെ കടയിലോട്ട് പോകണം. ഉള്ളിലോട്ട് പോകുന്നതിനനുസരിച്ച് റേറ്റിന് വ്യത്യാസം വരും. വൈകുന്നേരം അതായത് നല്ല നൈറ്റ് ആവുന്നതിനനുസരിച്ച് അവർക്കത് എല്ലാം കൂടെ മുടിക്കെട്ടി പോയാൽ മതി എന്നുള്ളത് വരുമ്പോഴത്തേക്കും അവർ നമ്മൾ പറയുന്ന റേറ്റിന് നമുക്ക് തരും. അങ്ങനെ ഞാനൊരു ഡ്രസ്സും ബാഗും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇവർ പറയുന്ന റേറ്റിന്
അവർ ഫിക്സഡ് ആയിട്ട് ആദ്യം നിൽക്കുന്ന കുറച്ച് കടകൾ ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് പറയും, അതിനെടുക്കാൻ നിൽക്കരുത്. നമ്മൾ നമ്മുടേതായ രീതിയിൽ ബാർഗെയിൻ ചെയ്തിട്ട് മാത്രമേ സാധനം വാങ്ങിക്കാവുള്ളൂ. ഓൾറെഡി നടന്ന് കാല് കഴിഞ്ഞുകൊണ്ട് ഇനി ഒരടി പോലും നടക്കാൻ വയ്യാത്തതുകൊണ്ടും ഞങ്ങൾ ക്യാബ് വിളിച്ച് വരുന്നത് വരെ ഇനി ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് അടുത്ത നമ്മുടെ മെയിൻ സ്ഥലം ഗ്രാൻഡ് പാലസ്. നമ്മൾ ഗ്രാൻഡ് പാലസിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ടാക്സിക്കാരൻ വന്നിട്ട് 200 തായ് ബാട്ട് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. പക്ഷെ അത്രയും ആവത്തില്ല, 70 തായ് ബാട്ട് എന്തോ മതിയായിരുന്നു നമുക്ക് ഗ്രാൻഡ് പാലസിൽ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ടാക്സി സ്കാമൊക്കെ ഭയങ്കരമാണ്, അതിലൊന്നും നിങ്ങൾ ചെന്ന് പെടരുത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയണത്. ഒരാൾക്ക് 500 തായ് ബാട്ടാണ് ഗ്രാൻഡ് പാലസിൽ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്. ഇവിടെ വെളിയിൽ 500 തായ് ബാട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ നമ്മളിങ്ങനെ വിളിക്കും. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പോയില്ല. ഇതും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് ഗൈസ്. ഇവിടുത്തെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ആ ഒരു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവം കാണുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കിയിരിക്കില്ലേ, അതേപോലെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും നോക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും നമ്മുടെ ഹിന്ദു പുരാണത്തിലുള്ള ഒരുപാട് ദൈവങ്ങൾ ഇതിനകത്തുണ്ട്, ഒരുപാട് കഥകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അന്തപ്പെട്ടു പോകും, നമ്മുടെ ദൈവങ്ങൾ ഇവിടെയും ഉണ്ടല്ലേ എന്ന്. ഇതും വേറൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു തന്നെയാണ്. ഇതിനകത്ത് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി ഒന്നും പറ്റില്ല. അതേപോലെ തന്നെ ഡ്രസ് കോഡും ഉണ്ട്. മുട്ടിന് താഴെയുള്ളതും അതേപോലെ തന്നെ കൈയൊക്കെ കാണിക്കുന്നതുമായിട്ടുള്ള ഡ്രസ്സൊന്നും നമ്മൾ ഇട്ടുകൊണ്ട് വരരുത്. ഒരു കൊടയാ തൊപ്പിയാക്കി എടുത്ത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഈ കരിഞ്ഞ് ഉപ്പാട് കുറേ നേരം ഇത് നടന്ന് കാണാനുള്ളതുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരുപാട് ബുദ്ധ ടെമ്പിൾസും ഉണ്ട്. ഞങ്ങളുടെ ലിസ്റ്റിൽ ഏൻഷ്യൻ സിറ്റി ഓർ ഗ്രാൻഡ് പാലസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏൻഷ്യൻ സിറ്റി പോകണമെന്നായിരുന്നു എനിക്ക് കുറച്ചും കൂടി ആഗ്രഹം. പക്ഷെ അത് ഇവിടെ നിന്ന് 10-40 കിലോമീറ്റർ ഉണ്ട് ഏൻഷ്യൻ സിറ്റി പോകാൻ. അത് നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിതിന് ഗ്രാൻഡ് പാലസ് തന്നെ വന്നത്. പക്ഷേ ഇതൊരു വെർത്ത് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ടെമ്പിൾ വിസിറ്റൊക്കെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ നമുക്ക് മൊബൈൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയൊക്കെ പറ്റും. പക്ഷേ നമ്മുടെ സെൽഫി സ്റ്റിക്കൊന്നും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ നിന്ന് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇവിടെ നിന്ന് നമ്മൾ ഇനി വാട്ടറിലോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ക്യാബ് നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം 100 ബാട്ട് അടുപ്പിച്ചൊന്ന് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഫെറി ഉണ്ട്, അതിൽ നമുക്ക് പോകാൻ പറ്റുമെന്നുണ്ട്. അപ്പം നമ്മൾ നേരെ അവിടെ നിന്നടുത്തുള്ള ഫെറിയിൽ വന്നിട്ട് വാട്ടറിലോട്ട് ടിക്കറ്റ് എടുത്തു. 40 തായ് ബാട്ടാണ് ഒരാൾക്കായത്. 2 പേർക്കും കൂടി 80 തായ് ബാട്ട്. ക്യാബ് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇതൊരു വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ വന്നിട്ട് നമ്മൾ ഇതുവരെയും ബോട്ടിൽ പോയില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഗ്രാൻഡ് പാലസ് ഫുള്ള് നമുക്ക് ഈ ഒരു ബോട്ട് ട്രാവലിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതൊക്കെ നേരമൊന്നുമില്ല ഗൈസ്, ഒരു 5 മിനിറ്റേ ഉള്ളൂ നമുക്ക് ഈ ഗ്രാൻഡ് പാലസിൽ നിന്ന് വാട്ടറിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫുൾ ഡേ കറങ്ങാൻ ഈ ഒരു ബോട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ 150 തായ് ബാട്ടിന് നമുക്ക് ഒരു ഡേ ഫുള്ള് കറങ്ങാൻ വേണ്ടിയിട്ടുള്ളത് എടുക്കാൻ പറ്റും. 7 മണിക്കാണ് ലാസ്റ്റ് ബോട്ട് ഉള്ളത്. ഈ ഒരു കാര്യം ആദ്യമേ അറിയാമായിരുന്നെങ്കിൽ നമുക്ക് അത് തന്നെയായിരുന്നു ലാഭം. പക്ഷെ നമ്മളാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യം അങ്ങോട്ട് ഓർക്കാത്തത് കൊണ്ടും പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇത് ബോട്ടിൽ പോകാൻ പറ്റുമോ ഇല്ലെന്ന് അറിയാത്തത് കൊണ്ടും അത് എടുത്തില്ല. ബാങ്കോക്ക് സിറ്റിയുടെ ആ ഒരു ഫുൾ വ്യൂ നമുക്ക് ഈ ഒരു ബോട്ട് ട്രിപ്പിൽ കിട്ടും. അല്ലാതെ നമുക്ക് ഒരു പാക്കേജ് പോലെ എടുക്കാൻ പറ്റും കേട്ടോ. ഫുള്ള് ബോട്ടിൽ കറങ്ങി വരുന്നതിന് ഗ്രാൻഡ് പാലസും വാട്ടറിനും എല്ലാം കൂടി ചേരുന്നൊരു ട്രിപ്പ് നമുക്ക് ഇവിടുന്ന് ലോക്കലി എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ വാട്ടറിലെത്തി. വാട്ടറിൽ വരുമ്പോഴത്തേക്കും ഗ്രാൻഡ് പാലസിനെക്കാട്ടും എൻ്റയർലി വേറൊരു വൈബാണ്. നിങ്ങൾ ഗ്രാൻഡ് പാലസിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാട്ടറിൽ പോകാതിരിക്കരുത്. ഇവിടെ ഒരാൾക്ക് 400 തായ് ബാട്ടാണ് എൻട്രി ടിക്കറ്റ് ആവുന്നത്. ഇവിടെ കയറുമ്പോഴത്തേക്ക് അവർ നമുക്കൊരു കുഞ്ഞു ബോട്ടിൽ വെള്ളവും കൂടി തരും. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വെള്ളം മേടിക്കുന്നെങ്കിൽ ഒരു ചെറിയ കുപ്പി വെള്ളത്തിന് 20 തായ് ബാട്ടെങ്കിലും ആവും. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇവിടെ നിന്ന് തന്നെ കോസ്റ്റ്യൂമും ഫോട്ടോഗ്രാഫേഴ്സിനെയൊക്കെ വെച്ചിട്ട് നമുക്കൊരു പാക്കേജ് പോലെ എടുക്കാൻ പറ്റും. അവർ തന്നെ മേക്കപ്പ് ചെയ്ത് അവരുടെ ഒരു കോസ്റ്റ്യൂമിൽ ഒരു ഫോട്ടോഗ്രാഫറിനൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്തില്ല. അതല്ല, പിന്നെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്ലാൻ ആയതുകൊണ്ട് നമ്മൾ അത് ചെയ്തില്ല. വാട്ടറും കണ്ടതിന് ശേഷം ഇനി നേരെ പോകാൻ പോകുന്നത് നമ്മുടെ ഐക്കോൺ സിയോം മാളിലാണ്. അതും നമ്മൾ ബോട്ടിൽ തന്നെയാണ് പോകുന്നത്. വാട്ടറിൽ ടിക്കറ്റ് പോയിന്റ് ഉണ്ടായിരിക്കും. 40 തായ് ബാട്ട് തന്നെയാണ് ആവുന്നത് അതിന്.
ഗൈസ്, ലക്ഷറിയുടെ അങ്ങേയറ്റമുള്ള സാധനങ്ങൾ വരെ ഈ മാളിനകത്തുണ്ട്. ഇത് ഒരു വേറൊരു വൈബാണ്. ഐക്കോൺ സിയാമോൾ എൻ്റർലി വേറെ. നമ്മൾ ഇത്ര നേരം ടെമ്പിളിലൊക്കെ പോയി കറങ്ങി ഇനിയിപ്പോൾ കുറച്ച് നേരം AC കൊള്ളാനും ആ ഒരു ക്ഷീണം മാറ്റാനും ഒക്കെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇതും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഗൈസ്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ലോക്കലി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഉണ്ടാവും. സ്ട്രീറ്റ് ഫുഡൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പുണ്ട്. അത് അങ്ങനത്തെ നമ്മളിതിനകത്തൊന്നും വാങ്ങിച്ചില്ല. നമ്മൾ ഓൾറെഡി പട്ടോണ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ചോ, അതുകൊണ്ട് ഇതിനകത്തൊന്നും വാങ്ങിച്ചില്ല. പിന്നെ നടുക്കുന്ന ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുന്ന ഒരു സംഭവം, അതെനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതേപോലെ തന്നെ റൂഫ് ടോപ്പിൽ പോകാൻ പറ്റും. റൂഫ് ടോപ്പിൽ കുറേ മിററൊക്കെ വെച്ച് പാട്ടൊക്കെ സെറ്റ് ചെയ്ത് അതും വേറൊരു വൈബ്. പക്ഷെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ആ ഒരു സമയത്ത് മഴ പെയ്തതുകൊണ്ട് അവരപ്പം തന്നെ സ്ലിപ്പറി ആയതുകൊണ്ട് അപ്പം തന്നെ എല്ലാവരും അകത്ത് കയറ്റി. അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ വിശപ്പ് കാരണം ഞാൻ അവിടുന്ന് KFC കഴിച്ചു. വേറെ ഒന്നും കഴിച്ചില്ല. കാരണം അന്നത്തെ ദിവസം കഴിച്ചത് ആ ഒരു ഫുഡായിരുന്നു. ഇനി നമ്മൾ ചൈന ടൗണിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ചൈന ടൗണിലോട്ട് പോകാനും 40 തായ് ബാട്ട് തന്നെയാണ് കേട്ടോ ആവുന്നത്. നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ അങ്ങോട്ട് സ്ട്രീറ്റ് അങ്ങോട്ട് ഓൺ ആയില്ലായിരുന്നു. പിന്നെ അധികമൊന്നും ഇവിടെ ഇല്ല. ഇവിടെ സ്ട്രീറ്റ് ഫുഡാണ് മെയിൻ. നമുക്കത് ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കടകളോ മാർക്കറ്റോ അങ്ങനെയുള്ളൊരു സംഭവമൊന്നുമല്ല. സ്ട്രീറ്റ് ഫുഡ്, മസാജ് സെൻറ്റർ, ഇത് തന്നെയാണ് മെയിൻ. ഇനി 7 മണി ആയതുകൊണ്ടാണോ എന്നറിയില്ല ബാക്കിയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തതെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ പോയപ്പോഴത്തേക്ക് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ചൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങി നടക്കാനുള്ള ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. ഒരു അരമണിക്കൂറിനുള്ളിൽ ഇവിടുത്തെ പരിപാടി കഴിയും. പിന്നെ നമുക്ക് നാളെ രാവിലെയാണ് ഫ്ലൈറ്റ്, തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ്. അതുകൊണ്ട് ഒരുപാട് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തില്ല. നാട്ടിലത്തേക്ക് സ്വീറ്റ്സും അല്ലാത്ത സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റിയ ബെസ്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ബിഗ് BC ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറഞ്ഞ ഒരു പൈസയിൽ ഒരുപാട് സാധനങ്ങൾ വലിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കാനായിട്ട് പറ്റും. ബൾക്കായിട്ട് എടുക്കുമ്പോഴത്തേക്ക് നല്ല റേറ്റ് കുറവാണ് അവിടെ. ഞങ്ങൾ പിന്നെ അവിടെ നേരെ പോയി കുറേ സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു. ഇവിടുന്ന് കുറച്ച് നേരം നടന്നു നോക്കി. പക്ഷെ നടന്ന് കാല് തേഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ ക്യാബ് തന്നെ വിളിച്ച്. ക്യാബിന് നൈറ്റ് റേറ്റ് കൂടുതലായതുകൊണ്ട് നമ്മളെപ്പോഴും മാക്സിമം നടക്കാൻ ശ്രമിക്കും. പക്ഷേ ഇതൊട്ടും വയ്യായിരുന്നു. പക്ഷെ നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റേയിലോട്ട് വന്നപ്പോഴത്തേക്കും അവിടെ ആകെ ബഹളം തന്നെ. ഇവിടെ നമ്മൾ നല്ല ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഫുള്ള് പാർട്ടി ഇങ്ങനെ ഓണായി നിൽക്കുന്ന ഒരു പീക്ക് ടൈം. മോർണിംഗ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ട് അധികം നേരം നിന്നില്ല. പിന്നെ ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ റൂമിലോട്ട് പോയി. ഇവിടുന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഫുഡല്ല, നമുക്ക് സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും തൽക്കാലത്തേക്ക് വിശപ്പ് മാറാനോ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് അങ്ങനത്തെ പരിപാടികളൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് 7-Eleven ആണ്. മിക്ക ആൾക്കാർക്കും അതറിയാം. ഇവിടെ മുക്കിന് 7-Elevens ഇങ്ങനെ അടുക്കിനുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇപ്പം മോർണിംഗ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കത് അങ്ങനെയൊക്കെ കൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആകുമ്പോഴത്തേക്ക് അതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഉച്ചയ്ക്ക് വരുന്നവരെങ്കിലും നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ 7-Eleven നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളും എല്ലാവർക്കും ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവരൊക്കെ ടേസ്റ്റ് എന്തായാലും ഡിഫറൻ്റ് ആണ്. അങ്ങനെ ഇതോടുകൂടി തായ്ലൻഡ് ട്രിപ്പ് അവസാനിച്ച്. 2 ആൾക്കും കൂടി ആയ ഫുൾ കോസ്റ്റ് 1,15,000 ആണ്. അതായത് നമ്മുടെ ഫുഡ്, പർച്ചേസ് എല്ലാം കൂടി ഒരു പാക്കേജ് എടുക്കുന്നതിലും വർത്ത് തന്നെയാണ്.